ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കുന്നു താത്താൻ്റെയും കുട്ടികളൊക്കെ എന്താ വിശേഷം എന്ന്. അവർ ഹാപ്പി ആയിരിക്കുന്നോ, സേഫാണോ എന്നൊക്കെ. അപ്പോൾ അവരെവിടെയുള്ളത്, അവരെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. അപ്പോൾ സെഫിയും കുട്ടിയും വന്നിട്ടുണ്ട്. ഞാനും ഉപ്പിയും ഉമ്മയും സെഫിയും കുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അർസൂന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി. മേമ വിളിക്കേണ്ടിടത്തുനിന്ന് ആമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആമ വായു പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളല്ലേ, വളർന്നു വരുമ്പോൾ മാറിക്കോളും എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു 3:15 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം ഒരു 1.25 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. വൈരങ്കോട് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആ ഏരിയ ഒക്കെ കാണുന്നത്. അപ്പോൾ സെഫിക്ക് അറിയാം, അവൾ 2-3 വട്ടപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. ഷെമീറിന് വീട്ടുകാരൊക്കെ കൂട്ടിയിട്ട്, അതേപോലെ ഉസ്നാത്തിയും കുട്ടികളും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും വീട്ടിലുള്ളവരാണ് പോവാതിരുന്നത്. ഒന്നുമല്ല, എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ലീവ് കിട്ടണ്ടേ. അപ്പോൾ ഒരു സൺഡേ ആയിട്ടാണ് പോണത്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറത്തെത്തി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൂട്ട്സ് കടയായിരുന്നു. അതുകൊണ്ട് ഭംഗി തോന്നിയപ്പോൾ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ 15ാമത്തെ നോമ്പാണല്ലോ, അപ്പോൾ നോമ്പ് തുറ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. മാർച്ച് 4-ാം തീയതിയാണ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വൈരങ്കോടിക്ക് പോയത്. വൈരങ്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണുള്ളത്. തിരൂർ ആ റൂട്ടിനാണ് പോവുക. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോമ്പായതുകൊണ്ട് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് പോണത്. അങ്ങനെ ഞങ്ങളവിടെ ഒരു 4:30 ആകുമ്പോൾ എത്തി. ത്രിഫല ആയുർഭവൻ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അതായത് പ്രസവാനന്തര ശുശ്രൂഷ. 30-40 ഡേയ്സ് പാക്കേജസ് ഉണ്ട് അവിടെ. ഒരു 8 കോട്ടേജ് റൂംസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഫുള്ളാണ് അത്ര. അപ്പോൾ അപ്സ്റ്റെയർ സെക്ഷനിലായിരുന്നു അവരെ റൂം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളവിടെ കയറിപ്പോയി. ആദ്യം തന്നെ കുട്ടികളെ കാണാനുള്ള ടെൻഡൻസി കൊണ്ട് വീഡിയോ പിന്നെയാണ് എടുത്തത്. അപ്പോൾ 2 പേരും നല്ല ഉറക്കത്തിലായിരുന്നു. പകൽ ഫുൾ ഉറക്കും, രാത്രി ഫുൾ കരച്ചിലും എന്നാണ് താത്ത പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഉണരുന്നത് വെയിറ്റ് ചെയ്തു. പഞ്ചായത്തില് ഓരോ അടിമണിയും പുറപ്പെടുത്തു. ഇനി കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വീട് മാത്രമേ പുറക്കാറുള്ളൂ. ആ പറഞ്ഞ കുഴപ്പമില്ല. എസമോൾ കുറേ പറയുന്നത് മേമയുടെ വീഡിയോസിൽ എന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയണേന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ എന്നെ പറഞ്ഞോന്ന്. ഞാനെൻ്റെ ഉണ്ണികളെ പരിചയപ്പെടുത്തിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് എസമോൾ വീഡിയോ ഒക്കെ നിന്നത്. അങ്ങനെ പിന്നെ ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് പിന്നെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് എടുത്തത്. അപ്പോൾ അർസു നല്ല കളിയിലായിരുന്നു. അർസുവിനും നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആ ഏരിയ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു ഉമ്മറം, അത് കഴിഞ്ഞിട്ട് ഒരു ഹോളിൽ തന്നെയാണ് റൂംസും ബാത്റൂമും കിച്ചണൊക്കെ ഉള്ളത്. 2 റൂമാണുള്ളത്, പിന്നെ കിച്ചണ്. അപ്പോൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ്. ഫ്രിഡ്ജ്, ഗ്യാസ് സ്റ്റൗ എല്ലാം ഉണ്ട്. ഒരു റൂമിൽ താത്തയും കുട്ടികളും കിടക്കുന്ന, ഒരു റൂമിൽ അവൾക്ക് കുളിക്കാനും മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റൂമാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ 3-4 നേരം ഉണ്ട്. അത് കറക്റ്റ് എല്ലാവിധ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയണമൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ ഒരു ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെ ഫുഡ് ഏകദേശമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മുടി പുക കൊള്ളിക്കുക, അതേപോലെ കുറേ മസാജ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാനതൊന്നും നോക്കിയില്ല. ഞാനിതൊക്കെയാണ് എടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആളും ഉണർന്നു. അപ്പോൾ 2 പേരും ഞാൻ എടുത്ത് കുറച്ച് നേരം നടന്നു. കുഴപ്പമൊന്നുമില്ല. ഇനി 40 ദിവസം കഴിയണം ഇവരെ അങ്ങോട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അതുവരെ ഇങ്ങനെ വന്ന് കണ്ടേ പറ്റുള്ളൂ.
2 കുട്ടികൾ എടുത്തപ്പോൾ അർസൂന് എന്താണോ ചെറിയൊരു അനിഷ്ടം തോന്നുന്നു. അങ്ങനെ എൻ്റെ ഒക്കത്ത് കയറി. അപ്പോൾ ഉറങ്ങാനുള്ള ടെൻഡൻസി വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഉറങ്ങൂല എന്നുള്ള വാശിയിൽ തന്നെയാണ് അർസുള്ളത്. അത് കഴിഞ്ഞ് ഏകദേശം നോമ്പറക്കാനുള്ള ടൈമൊക്കെ ആയി, ഒരു 6 മണിയൊക്കെ ആയി വെക്കുമ്പോൾ ഉമ്മയും മൂത്തുമ്മയൊക്കെ കൂടി അടുക്കളയിൽ കയറിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെള്ളമൊക്കെ കലക്കി ജ്യൂസൊക്കെ ഉണ്ടാക്കി. പിന്നെ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നോമ്പായതുകൊണ്ട് അതിനുമുള്ള ഫുഡ് അവർ എത്തിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ജ്യൂസും ഫ്രൂട്ട്സും പിന്നെ എന്തോ 1-2 ബജി ഐറ്റംസുകളൊക്കെ ആയിരുന്നു. ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ നോമ്പ് തുറന്നു, പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് പോണ വഴിക്ക് നല്ല മഴയായിരുന്നു, നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. ഒരു 9 മണിക്കായി വീട്ടിലെത്തിയേക്ക് വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.